ഹായ് ഓൾ, വെൽക്കം ടു വൺസ് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് 3 എന്ന സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അതിലെ മോഡ്യൂൾ 2ന്റെ ഒരു ടോപ്പിക്കാണ് ഹാർമോണിക് ഫംഗ്ഷൻ. ഹാർമോണിക് ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഹാർമോണിക് ഫംഗ്ഷൻ? ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതൊരു കണ്ടീഷനാണ്. ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ CR ഇക്വേഷൻസ് വെരിഫൈ ചെയ്തിട്ടുണ്ട്. CR ഇക്വേഷൻ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ ആ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് പറയേണ്ടി വരും? അനലിറ്റിക് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. അനലിറ്റിക് ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാവുന്നതാണ്. സോ ഇവിടെ ഒരു കണ്ടീഷനാണ് ഹാർമോണിക് ഫംഗ്ഷൻ. ആ ഹാർമോണിക് ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ യു ഓഫ് എക്സ് കോമ വൈ, യു ഓഫ് എക്സ് കോമ വൈ, യു എന്ന് പറയുന്നത് എന്താണ്? ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ റിയൽ പാർട്ടാണ്. സോ യു ഓഫ് എക്സ് കോമ വൈ ഹാസ് ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഈസ് സെറ്റ് ടു ബി ഹാർമോണിക്. സെറ്റ് ടു ബി ഹാർമോണിക് ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ലാപ്ലാസ് ഇക്വേഷൻ. അതായത് ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ റിയൽ പാർട്ട് ഫംഗ്ഷനായ യു എന്ന് പറയുന്നത് ഹാർമോണിക് ആവണമെങ്കിൽ അത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് ലാപ്ലാസ് ഇക്വേഷൻ? ലാപ്ലാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. അതായത് യു എന്ന് പറയുന്ന ഫംഗ്ഷൻ, അത് എനിക്കറിയാം റിയൽ പാർട്ട് ഫംഗ്ഷൻ ആണ്. അതിനെ 2 തവണ വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡെറിവേറ്റീവ് എടുത്തു, അതേപോലെ തന്നെ 2 തവണ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡെറിവേറ്റീവ് എടുത്തു. അങ്ങനെ 2 വാല്യൂ ഞാൻ സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാൻ അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ആ ഇക്വേഷൻ ആണ് എന്ത് പറയുന്നത്? ലാപ്ലാസ് ഇക്വേഷൻ. ഈ ഇക്വേഷന്റെ പേരാണ് ലാപ്ലാസ് ഇക്വേഷൻ. ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്താണ്? ഹാർമോണിക് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് പ്രോബ്ലം എങ്ങനെയാണ് ചോദിക്കുന്നത് നോക്കാം. ഇപ്പോൾ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ യു ബൈ ഡോ എക്സ് ആണെങ്കിൽ നമ്മൾ യു എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഡോ സ്ക്വയർ ആണെങ്കിൽ യു എക്സ് എക്സ് പ്ലസ് ആൾസോ യു ഒയ് വൈ ഈക്വൽ ടു എന്താണ്? 0. സോ ഇതിന്റെ വേറൊരു റെപ്രസെന്റേഷൻ ആണ് ഞാൻ എഴുതിക്കുന്നത്. യു എക്സ് എക്സ് പ്ലസ് യു ഒയ് വൈ ഈക്വൽ ടു 0. സോ നോക്കാം പ്രോബ്ലം എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഷോ ദാറ്റ് യു ഈക്വൽ ടു 1/2 ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഹാർമോണിക്. അതായത് യു ഈക്വൽ ടു 1/2 ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതൊരു ഫംഗ്ഷൻ ആണ്. അത് ഏതോ ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ റിയൽ പാർട്ട് ഫംഗ്ഷൻ ആണ്. യു എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എന്താണ്? റിയൽ പാർട്ട് ആണെന്ന് അറിയാം. സോ യു ഈക്വൽ ടു 1/2 ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അത് എന്താണെന്ന് പറയണം? ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം യു എഴുതുകയാണ്. യു ഈക്വൽ ടു 1/2 ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ അല്ലെ? 1/2 ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ആദ്യം എന്ത് കാണണം? യു എക്സ് കാണണം. എന്താണ് യു എക്സ്? യു എക്സ് 1/2 കോൺസ്റ്റന്റ് ആണ്. ലോഗിന്റെ ഡെറിവേറ്റീവ് ആദ്യം എടുക്കുക. എന്താണ് ലോഗിന്റെ ഡെറിവേറ്റീവ്? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പൊ ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. പിന്നെന്താ വേണ്ടത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. കാര്യം എന്താ? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്തായി മാറും? 0 ആയി മാറും. കാരണം കോൺസ്റ്റന്റ് അല്ലേ. സോ ഇൻറ്റു 2x. ഇവിടെ 2 കട്ടായി പോകും. ബാക്കി വരുന്നത് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ യു എക്സ് കിട്ടി. യു എക്സ് മാത്രം മതിയോ? പോരാ. യു എക്സ് എക്സ് ആണ് വേണ്ടത്. അതായത് യു എന്ന് പറയുന്ന ഫംഗ്ഷന് വിത്ത് റെസ്പെക്ട് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്തു, അതിനെ ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ എനിക്ക് എന്താ വേണ്ടത്? യു എക്സ് എക്സ് ആണ് വേണ്ടത്. സോ ആ യു എക്സ് എക്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. യു എക്സ് എക്സ് എങ്ങനെ എടുക്കേണ്ടി വരും? എനിക്ക് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പൊ എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നത്? ഒരു ഫ്രാക്ഷണൽ കമ്പോണന്റ് ആണ്. ഫ്രാക്ഷണൽ കമ്പോണന്റിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത് എങ്ങനെയാണ്? കോഷ്യന്റ് റൂൾ അനുസരിച്ചാണ്. എന്താണ് കോഷ്യന്റ് റൂൾ? കോഷ്യന്റ് റൂൾ നമ്മൾ എടുക്കുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് മൈനസ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ഇതാണ് നമ്മുടെ കോഷ്യന്റ് റൂൾ. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. അതാണ് നമ്മുടെ എന്ത് റൂള്? കോഷ്യന്റ് റൂള്. സോ ആ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത്? ഇവിടെ ഡെറിവേറ്റീവ് എടുക്കേണ്ടി വരുന്നത്. കാരണം എന്താ? ഇതൊരു ഫ്രാക്ഷണൽ കമ്പോണന്റ് അല്ലേ. സോ അങ്ങനെ വരുന്ന സമയത്ത് കോഷ്യന്റ് റൂൾ നോക്കാം. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സിന്റെ ഡെറിവേറ്റീവ് 1 അല്ലേ, ഇൻറ്റു 1 മൈനസ് ന്യൂമറേറ്റർ എക്സ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്തായി മാറും? 0 ആയി മാറും. കാരണം എന്താ? വിത്ത് റെസ്പെക്ട് ടു എക്സിനല്ലേ ഡെറിവേറ്റീവ് എടുക്കുന്നത്. സോ ഇൻറ്റു 2x.
ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. കാര്യം എന്താ, ഡിനോമിനേറ്ററിന്റെ ഹോൾ സ്ക്വയർ അല്ലേ. സോ ഇതിനെ എന്ത് ചെയ്യുക, ഫർദർ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x സ്ക്വയർ, കാര്യം മനസ്സിലായല്ലോ, എക്സ് ഇൻറ്റു 2x സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ വൈ സ്ക്വയർ അതുപോലെ ഉണ്ട്, മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് 2x സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് എക്സ് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇതാണ് എന്റെ യു എക്സ് എക്സ്, വിച്ച് ഈസ് യു എക്സ് എക്സ്. അതാണ് എന്റെ യു എക്സ് എക്സ്. ഓക്കെ, യു എക്സ് എക്സ് കിട്ടി. സോ യു കണ്ടുപിടിച്ചു, യു ഗിവൻ ആയിരുന്നു, അതിൽ നിന്ന് ആദ്യം യു എക്സ് കിട്ടി. യു എക്സ് കിട്ടാനായിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു, പിന്നെ നമുക്കൊരു ഫ്രാക്ഷണൽ കമ്പോണന്റ് കിട്ടി. അതിനെ ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, കോഷ്യന്റ് റൂൾ ചെയ്യേണ്ടി വന്നു. സോ ഈ രീതിയിൽ കിട്ടി. ഇനി എനിക്ക് എന്താ വേണ്ടത്, യു ഒയ് വൈ വേണം. അതിന് ആദ്യം എന്ത് കാണുക, യു ഒയ് കാണുക. യു ഒയ് കണ്ടുപിടിക്കാനായിട്ട് എന്താ, യു ആണ് 1/2 ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ യു ഒയ് എന്ത് വരും, 1/2 കോൺസ്റ്റന്റ് ആണ്, അത് അതുപോലെ വരും. ലോഗിന്റെ ഡെറിവേറ്റീവ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു, പിന്നെന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വേണം. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ, 0 ആണ്, കാരണം വിത്ത് റെസ്പെക്ട് ഒയ്ക്ക് അല്ലേ ചെയ്യുന്നത്. അതുപോലെ വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 2y എന്ന് വരും. ദാറ്റ് ഈസ് ഇൻറ്റു 2y. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 കട്ടായി പോയി, ബാക്കി വന്നത് y ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ എന്ത് വേണം, ഇനി ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കണം യു ഒയ് വൈ കിട്ടാനായിട്ട്. അതിനെന്ത് ചെയ്യണം, നമുക്ക് വീണ്ടും കോഷ്യന്റ് റൂള്. എന്താണ് കോഷ്യന്റ് റൂള്, വീണ്ടും അതുപോലെ തന്നെ ഡിനോമിനേറ്റർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആയതുകൊണ്ട് 1 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്തായി പോകും, 0 ആയി പോകും. വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 2y ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ. ദെൻ സിംപ്ലിഫൈ ചെയ്യുക, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് വൈ ഇൻറ്റു 2y എന്താ വരിക, 2y സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ, ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. സോ അങ്ങനെ വരുന്ന സമയത്ത് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് 2y സ്ക്വയർ, വൈ സ്ക്വയർ മൈനസ് 2y സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും, മൈനസ് വൈ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അത് കിട്ടി. അപ്പൊ അതെന്ത് കിട്ടി, യു ഒയ് ഒയ്. ഇനി എന്ത് വേണം, തമ്മിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. സോ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ വേണ്ടത്, യു എക്സ് എക്സ് പ്ലസ് യു ഒയ് വൈ ഈക്വൽ ടു എന്താണ്, യു എക്സ് എക്സ്. യു എക്സ് എക്സ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്താണ്, വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ is y square minus x square whole divided by x square plus y square the whole square plus പിന്നെ എന്താ വേണ്ടത്, യു ഒയ് വൈ. യു ഒയ് വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ. സോ ഡിനോമിനേറ്റർ എന്താണ്, ഇവിടെ കോമൺ ആണ്. സോ ന്യൂമറേറ്റർ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ സോ വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. സോ വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പോയി, എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പോയി, എന്തായി മാറി 0 ഡിവൈഡഡ് ബൈ സം ടേം 0. അപ്പൊ എന്താ ചെയ്തത്, യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ, യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ എന്ന് പറയുന്നത് എന്ത് കിട്ടി, 0 കിട്ടി. ദാറ്റ് ഈസ് എന്ത് ചെയ്തു, ഹാർമോണിക് ഇക്വേഷൻ, അതായത് ലാപ്ലാസ് ഇക്വേഷൻ എന്ത് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഗിവൻ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം, ഹാർമോണിക് ആണെന്ന് പറയാം. ഓക്കെ അല്ലേ. ഇപ്പൊ ഹാർമോണിക് ആണെന്ന് പറയാൻ വേണ്ടി എന്ത് ചെയ്യണം, ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആ ലാപ്ലാസ് ഇക്വേഷൻ ആണ് എന്ത്, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ ഐ സ്ക്വയർ ഈക്വൽ ടു എന്താണ്, 0. അതാണ് എന്ത് പറയുന്നത്, ലാപ്ലാസ് ഇക്വേഷൻ. ഇപ്പൊ ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു, അതുകൊണ്ട് തന്നെ എന്താണ്, അത് ഹാർമോണിക് ആണ്. ഓക്കെ അല്ലേ. സോ വേറൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഷോ ദാറ്റ് യു ഈക്വൽ ടു ഒയ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ ഒയ് ഈസ് ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഹെൻസ് ഫൈൻഡ് ഇറ്റ്സ് ഹാർമോണിക് കോൺജുഗേറ്റ്. പുതിയൊരു കാര്യം പറയുകയാണ്, ഹാർമോണിക് കോൺജുഗേറ്റ്. ആദ്യം നമുക്ക് ഹാർമോണിക് വെരിഫൈ ചെയ്ത് നോക്കാം. ആദ്യം യു ആണ്, ഒയ് ക്യൂബ്
-3x²y. ആദ്യം എന്ത് കാണണം? യു എക്സ് എന്ന് പറയുമ്പോൾ ഒയ് ക്യൂബ് എന്താണ്? കോൺസ്റ്റന്റ് 0 ആയി പോകും. -3 ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x ഇൻറ്റു y, അതായത് -6xy ux. ഇനി എന്ത് കാണണം? ux എന്ന് പറയുമ്പോൾ ഇതിനെ -6xy വീണ്ടും ഒരു തവണ കൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോ -6 കോൺസ്റ്റന്റ് ആണ്, y കോൺസ്റ്റന്റ് ആണ്. -6y, എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1. സോ -6y എന്ന് വരും. ux കിട്ടി. ഇനി അടുത്ത് എന്ത് കാണുക? uy കാണുക. അതായത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ഒയ്ക്ക് ഡെറിവേറ്റീവ് എടുക്കുക. ഒയ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 3y². ഓക്കെ അല്ലെ? -3x² കോൺസ്റ്റന്റ് ആണ്, ഒയുടെ ഡെറിവേറ്റീവ് എന്താണ്? 1. സോ -3x². ഓക്കെ, അടുത്തെന്താ? uy ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. അവിടെ 3x² എന്താണ്? കോൺസ്റ്റന്റ് അല്ലേ? 0 ആയി പോവില്ലേ? മറ്റത് 3y², 3 കോൺസ്റ്റന്റ് ആണ്. ബാക്കി എന്താ? y² ഡെറിവേറ്റീവ് 2y. 3 ഇൻറ്റു 2y ഈക്വൽ ടു 6y. ഓക്കെ, ux എന്ന് പറയുന്നത് -6y, അതുപോലെ uy എന്ന് പറയുന്നത് 6y. തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ux പ്ലസ് uy ഈക്വൽ ടു, ഇവിടെ എന്താ കിട്ടിയത്? -6y, ഇവിടെ എന്താണ്? +6y. തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 0. അപ്പൊ എന്ത് കിട്ടി? ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്ത് കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഹാർമോണിക് കോഞ്ചുഗേറ്റ്. എന്താണ് ഹാർമോണിക് കോഞ്ചുഗേറ്റ്? അത് നമ്മൾ പുതിയതായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. എന്താണ് ഹാർമോണിക് കോഞ്ചുഗേറ്റ്? ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് യു തന്നിട്ടുണ്ട്. യു എന്താണ്? ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ, ഏതോ ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു റിയൽ പാർട്ട് ഫംഗ്ഷൻ ആണ്. ഏതോ ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള റിയൽ പാർട്ട് ഫംഗ്ഷൻ ആണ്. ആ റിയൽ പാർട്ട് ഫംഗ്ഷൻ തന്നിരുന്നാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഇമാജിനറി പാർട്ടിന് പറയുന്ന പേരാണ് ഹാർമോണിക് കോഞ്ചുഗേറ്റ്. ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ റിയൽ പാർട്ട് തന്നിട്ടുണ്ട്. ആ റിയൽ പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലന്റ് ആയ ഇമാജിനറി പാർട്ടിനെ പറയുന്നതാണ് എന്ത്? ഹാർമോണിക് കോഞ്ചുഗേറ്റ്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ യു തന്നിട്ടുണ്ട്, അതിന്റെ വി കാണുക. ഇത്രേ ഉള്ളൂ. യു തന്നിട്ടുണ്ട്, അതിന്റെ എന്ത് കാണുക? വി കാണുക. ഈ യു വിയും കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണല്ലോ എന്തായി മാറുന്നത്? കോംപ്ലക്സ് ഫംഗ്ഷൻ ആയി മാറുന്നത്. u + iv ആകുമ്പോഴാണ് കോംപ്ലക്സ് ഫംഗ്ഷൻ ആയി മാറുന്നത്. സോ നമുക്കിനി വി കണ്ടുപിടിക്കണം. വി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് CR ഇക്വേഷനിലേക്ക് പോകേണ്ടി വരും. CR ഇക്വേഷൻസ് എന്തൊക്കെയാണ്? CR ഇക്വേഷൻസ് എന്ന് പറയുന്നത് ux ഈക്വൽ ടു vy ആണ്. ആൻഡ് പിന്നെന്താ? uy ഈക്വൽ ടു -vx. ux ഈക്വൽ ടു vy ആണ്. അതുപോലെ uy ഈക്വൽ ടു -vx. ആദ്യത്തെ CR ഇക്വേഷനിലേക്ക് വരികയാണ്. ux ഈക്വൽ ടു vy. ux ഞാൻ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് എന്റെ ux. ഇപ്പൊ ux ഏതിന് ഈക്വൽ ആണ്? vyക്ക് ഈക്വൽ ആണ്. അപ്പൊ vy ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? vy ഈക്വൽ ടു -6xy എന്ന് എഴുതാം. vy ഈക്വൽ ടു -6xy എന്ന് എഴുതാമല്ലോ. എനിക്ക് എന്താ വേണ്ടത്? വി ആണ് വേണ്ടത്. എനിക്ക് വേണ്ടത് വി ആണ്. സോ വി കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു ഒയ്, vy, അതായത് വി എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ഒയ്ക്ക് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ കിട്ടിയതാണ് -6xy. അപ്പൊ എനിക്ക് വി കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? തിരിച്ച് ഒയ്ക്ക് വിത്ത് റെസ്പെക്ട് ടു എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ വി ഈക്വൽ ടു -6x. അത് കോൺസ്റ്റന്റ് ആണ്, കാരണം വിത്ത് റെസ്പെക്ട് ടു ഒയ്ക്ക് അല്ലേ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഒയ്യുടെ ഇന്റഗ്രൽ എന്ത് വരും? y² ഡിവൈഡഡ് ബൈ 2. കാര്യം എന്താ? x⁻n ഇന്റഗ്രലിന്റെ ഫോർമുല x⁻n+1 ഡിവൈഡഡ് ബൈ n+1 എന്നാണ്. സോ ആ രീതിയിൽ ഒയുടെ പവർ 1 ആണ്. y²/2 പ്ലസ്, കഴിഞ്ഞില്ല, പ്ലസ് φ(x). എന്തുകൊണ്ടാണ് ഈ φ(x)? ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റന്റ് യൂസ് ചെയ്യും. ഇവിടെ എന്താ കോൺസ്റ്റന്റ് ആണ്? നോർമൽ കോൺസ്റ്റന്റ് അല്ല. ഇവിടെ എന്താണ്? എക്സിന്റെ ഫംഗ്ഷൻ ആയിരിക്കും ഇവിടുത്തെ കോൺസ്റ്റന്റ്. കാര്യം എന്താ? വിത്ത് റെസ്പെക്ട് ടു ഒയ്ക്ക് ഞാൻ പാർഷ്യലി ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അതുകൊണ്ടാണ് എക്സിന്റെ ഫംഗ്ഷൻ ആയിരിക്കും ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഈക്വൽ ടു 6 3 2 കട്ടായി പോകും, 3 എന്ന് വരും. -3 -3xy² plus φ(x). -3xy² plus φ(x), which is equation number 1. അതായത് വിയുടെ വാല്യൂ ആണ് എനിക്ക് കിട്ടിയത്. -3xy² plus φ(x). കഴിഞ്ഞില്ല. കാര്യം എന്താ? φ(x) വാല്യൂ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടി വരും.
സോ ഫൈ ഓഫ് എക്സിന്റെ വാല്യൂ കിട്ടാനായിട്ട് ഞാൻ പോകുന്നത് രണ്ടാമത്തെ CR ഇക്വേഷനിലേക്കാണ്. എന്താണ് ആ രണ്ടാമത്തെ CR ഇക്വേഷൻ? ui ഈക്വൽ ടു മൈനസ് വി എക്സ്. ui ഈക്വൽ ടു മൈനസ് വി എക്സ്. വി എനിക്ക് കിട്ടി. ഇതിന്റെ എന്ത് കാണണം? ഞാൻ വി എക്സ് കാണാൻ പോവുകയാണ്. സോ വി എക്സ് ഈക്വൽ ടു എനിക്ക് എന്താ എഴുതാം? -3 കോൺസ്റ്റന്റ് ആണ്, y² കോൺസ്റ്റന്റ് ആണ്, എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. അപ്പൊ -3 y² ഇൻറ്റു 1 -3 y². അത്രേ ഉള്ളൂ. പ്ലസ് ഫൈ ഓഫ് എക്സ്, അത് എക്സിന്റെ ഏതോ ഒരു ഫംഗ്ഷൻ, എനിക്കറിയില്ല ഏത് ഫംഗ്ഷൻ ആണ്. സോ ഫൈ ഓഫ് എക്സിന് ഏതോ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെന്തായാലും നിർബന്ധമായിട്ട് ഡെറിവേറ്റീവ് ഉണ്ടാവുമല്ലോ. സോ ഫൈ ഡാഷ് ഓഫ് എക്സ് എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, വി എക്സ് കിട്ടി. ഇനി എനിക്ക് എന്താ നോക്കണം? യു ഐ നോക്കാം. എവിടെയാണ് യു ഐ? ദിസ് വൺ, ഇതാണ് യു ഐ. യു ഐ എന്താണ്? യു ഐ എന്താണ്? 3y² - 3x². അപ്പോ വി എക്സ് ഈക്വൽ ടു, രണ്ടാമത്തെ CR ഇക്വേഷൻ ആണ്, വി എക്സ് ഈക്വൽ ടു മൈനസ് യു ഐ. അപ്പൊ മൈനസ് യു ഐ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? ഇതിനൊരു നെഗറ്റീവ് കൂടെ അഡീഷണൽ ആയിട്ട് കൊടുക്കുക, മൈനസ് യു ഐ. അപ്പൊ എന്ത് വരും? 3x² - 3y². ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3x² - 3y². സോ വി എക്സും മൈനസ് യു ഐയും ഈക്വൽ ആണ്. അതാണ് രണ്ടാമത്തെ CR ഇക്വേഷൻ. സോ വി എക്സ് ഉണ്ട്, -3y ഉണ്ട്, -ui ഉണ്ട്. തമ്മിൽ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് -3y² പ്ലസ് ഫൈ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 3x² - 3y². ഈ -3y² കട്ടായി പോയി. ബാക്കി എന്താ വന്നത്? ഫൈ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x². അല്ലെ? അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് എക്സ് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ? 3 ഇൻറ്റു x² ഇന്റഗ്രൽ എന്താ? x³ / 3 പ്ലസ് c. ഓക്കെ അല്ലെ? x³ / 3 പ്ലസ് c. 3 കട്ടായി പോയല്ലോ. സോ ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x³ പ്ലസ് c. സോ ഫൈ ഓഫ് എക്സ് കിട്ടി, x³ പ്ലസ് c. ഇവിടെ നോർമൽ കോൺസ്റ്റന്റ് ആണ് c. സോ ഫൈ ഓഫ് എക്സ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? ഈ ഫൈ ഓഫ് എക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് v ഈക്വൽ ടു എന്ത് വരും? -3xy² -3xy² പ്ലസ് ഫൈ ഓഫ് എക്സ് എന്താണ്? x³ പ്ലസ് c പ്ലസ് x³ പ്ലസ് c. ഇതാണ് എന്ത്? v. അപ്പോ യു തന്നിരുന്നു. യു എന്താണ്? ഗിവൻ ആയിരുന്നു. യു എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഫംഗ്ഷൻ ആണ്. ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ അല്ലെങ്കിൽ കോംപ്ലക്സ് ഫംഗ്ഷന്റെ റിയൽ പാർട്ട് ഫംഗ്ഷൻ ആണ്. അതേപോലെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമാജിനറി പാർട്ട് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇവിടെ ശ്രമിച്ചത്. അതിന്റെ പേരാണ് എന്ത്? ഹാർമോണിക് കോൺജുഗേറ്റ്. ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പാർട്ട് തന്നിരുന്നു, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇമാജിനറി പാർട്ട് കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? സോ അപ്പോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഹാർമോണിക്? ഹാർമോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹാർമോണിക് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? ഹാർമോണിക് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ ലാപ്ലാസ് ഇക്വേഷൻ എന്തായിരുന്നു? ∂2u/∂x² പ്ലസ് ∂2u/∂y² ഈക്വൽ ടു 0. അതിനെയാണ് ലാപ്ലാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ യു എന്ന് പറയുന്ന ഒരു സ്പെസിഫൈഡ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? ഹാർമോണിക് ആണെന്ന് പറയാം. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഹാർമോണിക് കോൺജുഗേറ്റ് എന്താണ്? എന്താണ് ഹാർമോണിക് കോൺജുഗേറ്റ്? ഒരു കോംപ്ലക്സ് ഫംഗ്ഷനിൽ റിയൽ പാർട്ട് ഫംഗ്ഷൻ ഉണ്ട്, ആൾസോ ഇമാജിനറി പാർട്ട് ഫംഗ്ഷനും ഉണ്ട്. അതിൽ റിയൽ പാർട്ട് ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമാജിനറി പാർട്ട് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ CR ഇക്വേഷൻസിന്റെ ഇക്വേറ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഈ ടോപ്പിക്കിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.